മാന്യ പ്രേക്ഷകർക്കും ബെസ്റ്റ് സോങ് ഓഫ് ദി ഇയർ എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് പ്രശസ്ത നിരൂപകനും വാഗ്മിയുമായ സുകുമാർ കോഴിക്കോട് സാറാണ്. വെൽക്കം സാർ. ഈ വെൽക്കം എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ട് കൈയും കൂപ്പിയുള്ള ഈ ആലിംഗനമാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. വെൽക്കം. അയ്യോ സാർ, ക്ഷമിക്കണം, ഇത് ഒരു അരമണിക്കൂർ പ്രോഗ്രാമാണ്, 10 ദിവസത്തെ പ്രോഗ്രാം അല്ല. എങ്കിൽ ഞാൻ വളരെ ലളിതമാക്കി പറയാം. ഈ കൈകളുടെ തമ്മിലുള്ള സ്നേഹമാണ് ഈ സ്വാഗതമെങ്കിൽ കാലുകൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബിംബത്തെ നമ്മൾ എന്താണ് പറയുക എന്ന് ഇവിടെയുള്ള സമൂഹമൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിലുള്ള വിജ്ഞാനിതമായ പ്രബലങ്ങളെ ഉൾക്കാടുകളിലേക്ക് വലിച്ചെറിയേണ്ടി വരും നമ്മൾ. അയ്യോ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സാറേ, ഒന്ന് ചോദിച്ചോട്ടെ, സാറിന് സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? സിനിമ എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചന എന്നാണ് മലയാളത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. കാരണം വെളിച്ചത്ത് ടിക്കറ്റ് കൊടുത്ത് ആ ജനങ്ങളെ ഇരുട്ടത്ത് കൊണ്ടുപോയി കാണിക്കുന്ന പ്രവണതയുണ്ടല്ലോ, അത് മനുഷ്യ സമൂഹം അംഗീകരിക്കാൻ പാടില്ല. ഏതായാലും സാറിന്റെ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ കേട്ടു. ഇനി നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് കിടക്കാം, അല്ലേ സാർ? ഏത് ഗാനത്തിലേക്ക് കിടന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ ഗാനങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ, ആഭാസങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് തുറന്ന് പറയും. അതിനു വേണ്ടിയാണല്ലോ നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഞാൻ ഇത് ജനസമൂഹത്തിൽ കൊണ്ടുവരും. എന്താണ് തെറ്റ് എന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ. അയ്യോ സാർ, ഈ ഗാനത്തിലൊന്നും തെറ്റ് വരാൻ സാധ്യതയില്ല. കാരണം ഏറ്റവും നല്ല ഗാനങ്ങൾ തിരഞ്ഞെടുത്താണ് ഞങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഏതായാലും ആദ്യ ഗാനത്തിലേക്ക് കിടക്കാം. ഈ വർഷത്തെ ഏറ്റവും ജനപ്രീതി ആർജിച്ച പലിശരാജൻ എന്ന സിനിമയിലെ നല്ലൊരു ഗാനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. മിസ്റ്റർ, നിർത്തൂ. ഇത് നിർത്താൻ എന്തു പറ്റി? താങ്കൾ എന്തു വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമാണ് പറയുന്നത്? മനസ്സിലായില്ല. താങ്കൾ ആദ്യം പറഞ്ഞു ആദ്യുഷ സന്ധ്യ പൂത്തത് അവിടെയാണെന്ന്. പിന്നീട് താങ്കൾ തന്നെ പറയുന്നു ആദ്യുഷ സന്ധ്യ പൂത്തത് ഇവിടെയാണെന്ന്. പിന്നീട് ഈ താങ്കൾ തന്നെ പറയുന്നു അവിടെയും ഇവിടെയുമല്ല ഇത് പൂത്തത്, ഈ നടുക്കാണെന്ന്. ഇതിൽ സത്യത്തിൽ ഈ ആദ്യുഷ സന്ധ്യ എവിടെയാണ് പൂത്തതെന്ന് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്യം താങ്കളിൽ അകപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ പുറത്തെടുത്ത് പറയണം. ജനങ്ങളെ വഞ്ചിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പൂത്തത് അവിടെയാണെന്ന് പറയണം അല്ലേ? ഒന്നിങ്ങോട്ട് വന്നേ. എന്തിനാ? ആ ചെവി ഒന്ന് കാണിച്ചേ. എന്തിനാണെന്ന് പറയൂ, പറഞ്ഞോളൂ. ആ ചെവി ഒന്ന് കാണിക്കാൻ. അവിടെയൊക്കെ ഈ ആദ്യുഷ സന്ധ്യ പൂക്കാൻ തുടങ്ങിയോ? എന്തായാലും നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. അല്ലേ സാർ, എന്താണ് സാർ അദ്ദേഹം സാറിന്റെ ചെവിയിൽ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് താങ്കളെ കാണാൻ അതീവ സുന്ദരനാണല്ലോ, ഒരു കല്യാണം കഴിച്ചുകൂടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നല്ല മനുഷ്യനാണ് അദ്ദേഹം. നമുക്ക് ആ കാര്യം വിടാം, അതായിരിക്കും നന്നാവും. ഏതായാലും നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കിടക്കാം. അടുത്ത ഗാനമായി വരുന്നത് മോഹൻലാൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ജഗതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇന്നസെന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇവരുടെ എല്ലാവരുടെയും സമ്മിശ്ര മിശ്രണമായ മലയാള സിനിമയിലെ ചിന്ന സൂപ്പർ സ്റ്റാർ. നിർത്തുമോനെ, നിർത്താൻ. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്?
കേരളത്തിൽ ഞാൻ വെണ്ടയ്ക്ക, കോവയ്ക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ പ്യാർകിയ? അതുപോലെ ഞാൻ മമ്മൂക്ക, ഹസനിക്ക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ധർണാക്യ? ഇവിടെ നമ്മൾ കാണുന്നത് മലയാളത്തിൻ്റെ മൂല്യച്യുതിയെയാണ്. കുറേ ഹിന്ദി സിനിമയുടെ പേരുപയോഗിച്ച് ഒരു ഗാനമുണ്ടാക്കിയാൽ അത് മലയാള സിനിമ ഗാനമാകുമോ? ആകില്ല. ഇനി ഈ കൺവട്ടത്ത് നിന്ന് കണ്ടുപോകരുത്, വിട്ടു പൊക്കോണം ഇവിടെ നിന്ന്. എൻ്റെ സ്വഭാവം തനിക്ക് അറിയില്ല. ഏതായാലും ഈ ഗാനം സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും അടുത്ത ഗാനം എന്തായാലും സാറിന് ഇഷ്ടപ്പെടും. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളെ തഴുകി ഉറക്കുന്ന മനോഹരമായ ഒരു താരാട്ട് പാട്ടാണ് അടുത്തത്. വാച്ച് ഇറ്റ്. താങ്കൾ ഈ കോപ്രായം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കളുടെ ഈ താരാട്ട് പാട്ട് കേട്ടാൽ ഉറങ്ങുന്ന കുട്ടി പോലും എഴുന്നേറ്റ് ഓടിപ്പോകുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുക. സുഹൃത്ത്, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ ഈ പാട്ടിൽ പ്രതിപാദിക്കുകയുണ്ടായി ആകാശത്ത് ഊഞ്ഞാല് കെട്ടാവുന്നു. ആകാശത്ത് എവിടെയാണ് ഊഞ്ഞാല് കെട്ടുക? നക്ഷത്രങ്ങളുടെ മുകളിലോ? താങ്കൾ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? വല്ലതും ഒന്ന് ഒറിയാടു മിസ്റ്റർ. പറയാൻ എന്തെങ്കിലും ഒന്ന് പറയൂ. എന്റെ ഭാവം ശാന്തമാണ്. ഇതിന് ശാന്തമെന്നല്ല ഞങ്ങൾ പറയുന്നത്, ഭ്രാന്ത് എന്നും ഇതിനെ വ്യാഖ്യാനിക്കാം. പുല്ലേ, നിന്റെ ഈ ചിരി ഉണ്ടല്ലോ, സാഹിത്യം ഇങ്ങനെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഉപജാപകന്റെ ചിരി. ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ നിന്റെ മുഖത്ത് ഈ ചിരി ബാക്കിയുണ്ടാവില്ല. അതേടാ, സാഹിത്യകാരനെന്നും സിനിമാ താരമെന്നുള്ള വ്യത്യാസമുണ്ട് നീ ഞാനും തമ്മിൽ. മനസ്സിലായോടാ പന്ന കടയാടി മോനെ? താങ്കൾ എന്തിനാ വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഒന്നും തന്നെ പറയുന്നില്ലല്ലോ. നിന്നോടാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന്. തന്തയ്ക്ക് പിറന്നതുകൊണ്ട്. എന്ത്? തന്തയ്ക്ക് പിറന്നുകൊണ്ടെന്ന്. പോയിക്കോട്ടെ, വിവരമില്ലാത്തവനാ. വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരെയും വിമർശിക്കാൻ കഴിയാതെ ആയിപ്പോകും. ഏതായാലും ഈ ഗാനവും സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി കാണാനുള്ളത് ബെസ്റ്റ് സോങ് ഓഫ് ദി ഇയറിലെ അവസാന ഗാനമാണ്. ഈ ഗാനത്തെക്കുറിച്ച് പറഞ്ഞാൽ ദൈവം മലയാളികൾക്ക് നൽകിയ വരദാനം. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിന്നും കേണൽ പദവി വരെ എത്തിയ മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ സ്റ്റാർ എത്തുകയാണ് ജനപ്രിയ ഗാനവുമായി. എന്തൊരു ശല്യ! താങ്കൾ എന്താണ് പറയുന്നത്? കവിളിണയിൽ എങ്ങനെയാണ് കുങ്കുമം തെളിയുന്നത്? കുങ്കുമം തെളിയുന്നത് നെറ്റിയിലല്ലേ? പിന്നെ അവസാനം താങ്കൾ പറയുകയുണ്ടായി ദിന്താം തരുതരികിട് തരികിട് ദിന്താം ദിന്താം പടുതടുതടുതടുതടുതടുതോം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് താങ്കൾ ഒരു തരികിടയാണെന്നാണ്. ഇങ്ങനെയൊരു വാക്ക് മലയാള നിഘണ്ടുവിൽ കാണിച്ചു തരാൻ താങ്കൾക്ക് കഴിയുമോ? താങ്കൾ കാണിച്ചു തന്നാൽ അന്ന് ഞാൻ നിർത്തും എൻ്റെ ഈ വിമർശനവും എൻ്റെ ഈ സാഹിത്യപരമായിട്ടുള്ള എല്ലാ അവഹേളനങ്ങളും. താങ്കൾ മലയാള സിനിമയുടെ അഭിമാനമല്ല, അപമാനമാണ്. അപമാനം. ഇടോ സുകുമാരൻ എന്ന പേരുള്ള കോഴിക്കോട് ചെറ്റ്, താൻ ആരാടോ? കാട്ട് രാജാവോ? തന്റെ ഈ സാഹിത്യവും തരികട നമ്പരെല്ലാം ചിലവാവും ഇവിടെയുള്ള പാവം ജനങ്ങളുടെ അടുത്ത്. ഇതാള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. തന്റെ ഈ ചെറ്റ സ്വഭാവം നിർത്തിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ട് ജഗന്നാഥിനി മണ്ണ് വിട്ടു പോകൂ. താങ്കൾ ഇങ്ങനെ ശോഭിച്ചത് കൊണ്ട് കാര്യമില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം തരൂ. ഇയാൾ എന്താ ചോദിച്ചേ? എങ്ങനെയാണ് കവിളിണയിൽ കുങ്കുമം വിരിയുകയെന്ന് അതറിയണമെന്ന് തനിക്ക് നിർബന്ധമാണോ? നിർബന്ധമാണെന്നല്ല, അറിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. എന്നാ പറയാം. അയ്യോ, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. വായിലുള്ള നാവ് ശരിയല്ലെങ്കിൽ കവിളിണയിലും കുങ്കുമം പൂക്കുവത്ത്.